വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ പറ്റിയ ഒരു ഓയിലിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, കൂടുതൽ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് വേഗം സ്കിന്ന് ബ്രൈറ്റനിങ്ങും ഒക്കെ ചെയ്യുന്നത്. പിന്നെ പനിയും ജലദോഷവും ഒക്കെ ഉണ്ട്, കാരണം സൗണ്ടിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനും കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച വേഗം ഒരു വീഡിയോ എടുത്താണെന്ന്. പലർക്കും ഉള്ള ഡൗട്ടാണ്, എണ്ണ തേച്ച് കഴിഞ്ഞാൽ കളർ വയ്ക്കുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ട് എനിക്കും. ഞാൻ പണ്ട് തൊട്ടേ നാൽപ്പാമലാതി തൈലം ഞാൻ കുറേ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പല കമ്പനികളിലെ പല നാൽപ്പാമലാതി തൈലം ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൽ എഫക്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ക്രീമുകളായാലും ക്രീമുകളും ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. അതിൽ ചില ക്രീമുകളിലൊക്കെ നല്ല ഇത് കിട്ടിയിട്ടുണ്ട്, ചിലത് കിട്ടിയിട്ടില്ല. ചില ക്രീമുകളെന്ന് പറഞ്ഞാൽ കളർ വയ്ക്കും, ഒരു മാസത്തോളമായിട്ട് ഒരു ആഴ്ചക്ക് 2 ആഴ്ചക്കുള്ളിൽ കളർ വയ്ക്കും. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു പാടുകൾ വരും, വെള്ള പാടുകൾ, അതുപോലെ കുരുക്കൾ. പിന്നെ അതുപോലെ നമ്മുടെ ഉണ്ടായിരുന്ന കളർ തന്നെ പോവും അത് തേച്ച് കഴിഞ്ഞാൽ. വേറെ ആ ഉണ്ടായിരുന്ന കളറിനും ഒന്നും കൂടി ഇരുണ്ട് പോവും. അങ്ങനത്തെ ഒരു ക്രീമുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ക്രീമുകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അധികം യൂസ് ആക്കിയിട്ടില്ല, അത് കാരണം എനിക്കറിയില്ല. പല ക്രീമുകൾ വരുന്നുണ്ടാവും. പക്ഷെ ഇപ്പം ഞാൻ പറയാൻ പോണ ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഈ ഒരു ഓയിൽ നാൽപ്പാമലാതി ഓയിൽ തന്നെയാണ്, പക്ഷേ ഈ ബ്രാൻഡ് വേറെയാണ്, കമ്പനി വേറെയാണ്, വേറെ കമ്പനിയുടെയാണ് ഈ ഒരു ഓയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മുടെ ആയുർവേദിക് ഓയിലാണ് വരുന്നത്. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനും ഭയങ്കര തിളക്കം വരും, പിന്നെ സ്മൂത്തനിങ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പാടുകൾ, കുരുക്കളുടെ പാടുകൾ, ചൊറിച്ചിൽ, ചുണങ്ങുകൾ അതൊക്കെ പോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഓയിലും കൂടിയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണങ്ങ്, തിണർപ്പ്, പിന്നെ അതുപോലെ പിഗ്മെൻറ്റേഷൻ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള ടാൻ റിമൂവ് ചെയ്യും, സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യും, അതിനൊക്കെ നല്ലതാണ്. ഇതൊരു ഇന്ത്യൻ ഓയിലാണ് കേട്ടോ. നമുക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓയിൽ എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ഇത്താത്തയാണ്. അവളിത് നല്ലപോലെ യൂസ് ആക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തോ വന്നപ്പോൾ മുഖത്ത് പാടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൾ യൂസ് ആക്കിയ ഓയിലാണ് ഇട്ടത്. പക്ഷെ അവൾക്ക് നല്ല എഫക്റ്റ് കിട്ടി. അതെനിക്ക് കണ്ടു ബോധിച്ചപ്പോഴാണ് ഞാനും ചെയ്തു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചതല്ല, ഇയാളിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇയാളുടെ മുഖത്തായാലും ഇവിടെ ഒരു പാടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഉണ്ണികൾക്ക് ഓൾറെഡി ഇങ്ങനെ തൈലും എല്ലാം തേക്കുന്നത് നല്ല തന്നെയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇയാളോട് തേക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഈ ഒരു ഓയിൽ ഞാൻ മേടിച്ചത്. പക്ഷേ ഇയാളോട് അതിന് നല്ല മാറ്റമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കൂടുതലും നമ്മളിതിന് തേക്കാൻ പറ്റാത്ത മടി സമ്മതിക്കണില്ല. കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ പരത്തിക്കൊണ്ട് പോകാനായിട്ട് മടി സമ്മതിക്കുന്നില്ല. പിന്നെ കൂടുതലും ജലദോഷം, പനിയും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് തേക്കലും കുറഞ്ഞിക്കൊള്ളും. പക്ഷെ തേച്ചിരുന്ന ടൈമിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും അത് തേക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് സ്കിന്നിൽ. കൂടുതൽ ഞാൻ പറയില്ല, മടി കാരണം അധികം ഒന്നും പറ്റില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അറിയാതെ എല്ലാവർക്കും. മഞ്ഞൾ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു സാധനമാണ് മഞ്ഞളുണ്ട്, എള്ളെണ്ണ ഉണ്ട്, പിന്നെ വെറ്റിലർ ഉണ്ട്, നെല്ലിക്ക, അതിൻ്റെ മേടർ, ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരു, ചുണങ്ങ്, പിഗ്മെന്റേഷൻ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ചിലവർക്ക് പറ്റില്ല എന്ന് തോന്നുന്നത്, ചിലവർക്ക് ഈ എണ്ണകളോട് അധികം താല്പര്യമില്ല. കാരണം നമ്മൾ എണ്ണ തേച്ച് കഴിയുമ്പോൾ മുഖം ഭയങ്കരമായിട്ട് ഓയിലാവും അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കാരണം ചിലവരൊന്നത് യൂസ് ആക്കില്ല. മെയിനായിട്ട് ചിലവർക്ക് എണ്ണ തേച്ച് കഴിഞ്ഞാൽ, എണ്ണ പറ്റാത്തവരുണ്ട്, എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുഖം കുരു വരുന്നവരുണ്ട്, അങ്ങനെ ഉണ്ട് ചിലവർ. അപ്പോൾ ഇതാണ് ഈ ഒരു ഓയിൽ. ഈ ഓയിലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ വരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സ്കിന്നിൽ ഇത് പരട്ടിയിട്ട് 30 മിനിറ്റ് വരെ വെക്കാം. ആദ്യം നമ്മൾ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് വേണം അത് 30 മിനിറ്റ് നേരം വെച്ചിട്ട് ഏതെങ്കിലും ഒരു മൈൽഡ് ക്ലെൻസർ കൊണ്ട് വേണം വാഷ് ചെയ്ത് കളയാനിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മഞ്ഞളായ കാരണം മഞ്ഞ നിറം ഉണ്ടാവും. അതിനാൽ നമ്മൾ മുൻകൂട്ടി ഒരു കരുതിയിരിക്കേണ്ട കാര്യമുണ്ട്. കയ്യിലായാലും എവിടെയായാലും ഒരു മഞ്ഞ നിറം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പേര് വരുന്നത് കാസ്മാർക്ക് കാളൻ ആര്യവൈദ്യശാല നാൽപ്പാമരാതി കേര തൈലം എന്നാണ് കേട്ടോ. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടുകയെന്ന് വെച്ചാൽ ഓൺലൈനിൽ കിട്ടും. ഫ്ലിപ്കാർട്ട്, ജിയോ മാർട്ട്, മീഷോ അതിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. മറ്റേ ഓൺലൈനിലെ റീറ്റെയിൽമാരിൽ നിന്നോ അതോ ആയുർവേദിക് പ്രൊഡക്റ്റ് സപ്ലൈസ് ഇല്ലേ അവരിൽ നിന്നും നമുക്കിത് കിട്ടും കേട്ടോ. ഞാൻ പറയാൻ വെച്ചാൽ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല, എന്നാലും നമുക്ക് നല്ലൊരു
ഇത് തന്നെ ഉണ്ടാവും കേട്ടോ, നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. ഞാൻ ഇത് മേടിച്ചത് പുറത്തുനിന്നാണ് മേടിച്ചത്, ഓൺലൈനിൽ നിന്നല്ല കേട്ടോ. അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ മേടിച്ചപ്പോൾ 95 രൂപയാണ് പുറത്തുനിന്ന് മേടിച്ചപ്പോൾ. അപ്പോൾ ഓൺലൈൻ അത് 100 ml ആണ് കേട്ടോ ഞാൻ മേടിച്ചത്. നമുക്കിത് 200 ml വരെയാണ് അവൈലബിൾ എന്ന് തോന്നുന്നു. അപ്പോൾ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ 219 കാണിക്കുന്നുണ്ട്, അത് 200 ml ഒക്കെ ആവും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മേടിച്ചത് 95 രൂപയ്ക്കാണ്. അതൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഒരു മാർക്കറ്റൊക്കെ പോലെയുള്ള ഷോപ്പുകളിൽ നിന്നും ചിലപ്പോൾ അത് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.